നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങളായി രാജ്യത്ത് എന്താണ് വാർത്ത എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്ന് തോന്നുന്നു. രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവനും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി എടുത്തിരിക്കുന്നത് ജമ്മു കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ആരൊക്കെയാണ് മരിച്ചത്, ഏത് രീതിയിലാണ് ആക്രമണമൊക്കെ നടന്നത്, എപ്പോഴാണ് ഇവരുടെ സംസ്കാരം എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ഇന്ന് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ഞെട്ടലിൽ നിന്നൊക്കെ മാറി ഏതാണ്ട് ഇനി നമ്മൾ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ അയൽക്കാർ കൂടിയായ പാകിസ്ഥാനെതിരെ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇന്നലെ രാത്രി മുതൽ വലിയ വ്യക്തത വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തൂടെയാണ് നമ്മൾ പോകുന്നത്. എന്തായാലും കൂടുതൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു അല്ലേ. ലോകം കാണെ ശക്തമായ രീതിയിൽ അവരെ ആരാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അവരെ ശിക്ഷിക്കും എന്ന കാര്യം നരേന്ദ്രമോദി തന്നെ പറഞ്ഞു. ഇന്നലെ പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന രാജ്നാഥ് സിംഗ് ഇത് പറഞ്ഞു, അമിത്ഷാ പറഞ്ഞു. അങ്ങനെ എല്ലാ ആളുകളും എന്ന് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഒരേപോലെ സർക്കാരിനൊപ്പം ഈ എന്ത് രീതിയിലാണ് ഇതിനെ പ്രതിരോധം തീർക്കേണ്ടത്, ചില കാര്യങ്ങളിൽ സുരക്ഷാ വീഴ്ചയുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടികൾ ആശങ്കകൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സർക്കാരിനോടൊപ്പമാണ് ഈ സാഹചര്യത്തിൽ ഞങ്ങളൊന്നും മിണ്ടുന്നില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് തുടരാം. അതെ, അത് മാത്രമല്ല ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ ഒരുക്കങ്ങൾ നടത്തുമ്പോൾ പാകിസ്ഥാനും വെറുതെ ഇരിക്കുകയല്ല. അവരും വളരെ ശക്തമായ രീതിയിൽ അവരുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഉന്നത തല യോഗം ചേരുന്നുണ്ട്. നമ്മൾക്കിപ്പോൾ മനസ്സിലാകുന്നതനുസരിച്ച് ഷിംല കരാറിൽ നിന്ന് ഒരുപക്ഷെ ഞാൻ ആദ്യമേ പാകിസ്ഥാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇന്ത്യ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വിശദമായി ബിനോയ് സംസാരിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഷിംല കരാറിൽ നിന്ന് പിന്മാറും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 1972 ഒപ്പുവെച്ച ഷിംല കരാറിലാണ് നമ്മുടെ ഈ വെടിനിർത്തൽ, അതുപോലെ തന്നെ കശ്മീരിൻ്റെ കാര്യം, അതിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ, ഇതൊക്കെ ഈ ഷിംല കരാറിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ നാവികസേന ഇന്ത്യൻ തീരത്തോടടുത്ത പാകിസ്ഥാൻ്റെ അറബിക്കടലിൽ ചില നാവിക അഭ്യാസമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ ചില മിസൈൽ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. അതുമാത്രമല്ല അവർ ഒരുപക്ഷെ ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു നടപടി എന്ന് പറയുന്നത് ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത അനുവദിക്കാതിരിക്കുക. പാകിസ്ഥാന് മുകളിലൂടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ വ്യോമപാതയിലൂടെ രാജ്യാന്തര സർവീസുകൾ നടത്തുന്ന ഇന്ത്യയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ കൂടെയൊക്കെ കടന്നു പോകേണ്ട വിമാനങ്ങൾക്ക് വ്യോമപാത നിഷേധിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്കായിരിക്കും അവർ നടപടി സ്വീകരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കാര്യം പെട്ടെന്നൊന്ന് നോക്കിയപ്പോൾ ഞാൻ വിനോദം സെർച്ച് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്കും വ്യോമപാത അടച്ചുകൂടെ, പാകിസ്ഥാനെതിരെ അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചുകൂടെ എന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർവേസ് എന്ന് പറയുന്ന വിമാനത്തെ ഏതാണ്ട് 4-5 വർഷമായിട്ട് യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള അവരുടെ രാജ്യങ്ങളിലേക്കൊന്നും സർവീസ് നടത്താൻ പോലും അവർ അനുവദിച്ചിരുന്നില്ല. കാരണം അവരുടെ പൈലറ്റുമാരൊക്കെ അത്ര മിടുക്കരായതുകൊണ്ട് അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടമാണ്. നമ്മൾ തിരിച്ച് ചിന്തിക്കുമ്പോൾ, ഒരു കൗണ്ടറായിട്ട് ചിന്തിക്കുമ്പോൾ, കാരണം ആ വ്യോമയാന മേഖലയൊന്നും വലിയ തോതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പകുതി പോലും വളരാത്തൊരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ. വ്യോമയാനം മാത്രമല്ല, എല്ലാ മേഖലയെ സംബന്ധിച്ച് എങ്ങനെ ചിന്തിച്ചാലും കിട്ടുന്നതൊക്കെ ലാഭമാണ്. അതെ. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ കൂടിയാണ് ഈ ദിവസത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. അതുമാത്രമല്ല ബിനോയ്, ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നടപടികളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ സിന്ധു നദീ ജല കരാർ അല്ലേ, അത് റദ്ദാക്കി എന്നുള്ളതാണ് അല്ലേ. അത് മാത്രമല്ല നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിക്കുക. ഈ പറഞ്ഞതുപോലെ രാജ്യങ്ങൾ തമ്മിൽ ഈ ചോര വീഴ്ത്തിയുള്ള യുദ്ധങ്ങൾ മാത്രമല്ല, ഒരു രാജ്യത്തെ അതിൻ്റെ ഭാവിയിലേക്ക് പൂർണ്ണമായും ഇരുട്ടിലാക്കത്തക്ക തരത്തിൽ അവിടുത്തെ ജനത നാമാവശേഷമായി പോകുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ നടത്താറുണ്ട്. അതുകൊണ്ടാണ് ഈ സാമ്പത്തിക ഉപരോധങ്ങൾ എന്നൊക്കെ പറയുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ഒരു രാജ്യത്തെ അപ്പാടെ തകർക്കുകയും ചെയ്യുന്നത്. ഒരു രാജ്യവുമായിട്ട് വ്യാപാര കരാറുകൾ ഇല്ലാതെയാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി, ഇതാണ് സിന്ധു നദീജല കരാർ. ഇത് 1960 സെപ്റ്റംബർ 19 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ്റെ അന്നത്തെ പ്രസിഡന്റായിരുന്ന അയൂബ് ഖാനും ചേർന്നാണ് ഒപ്പുവെച്ചത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും ഇത് രണ്ടായ കാലം തൊട്ട് തന്നെ പ്രശ്നത്തിലാണെന്ന് അറിയാമല്ലോ. നമ്മൾ പഴയ സഹോദരന്മാരാണ് എന്നൊക്കെ പറയുമ്പോഴും എല്ലായ്പ്പോഴും നമ്മളൊരു പ്രശ്നത്തിൻ്റെ മുഖത്താണ് നിന്നിരുന്നത്.
വന്നിരുന്നത്. 4 യുദ്ധങ്ങളെ ഈ പറഞ്ഞ സിന്ധു നദീജല കരാർ അതിജീവിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 1947-48 ഈ കശ്മീരിനെ രണ്ടാക്കി പാക് അധിനിവേശ കശ്മീരും ആയ ഈ പറഞ്ഞ രണ്ടായി മാറിയ 47-48 ആ തർക്കം മുതൽ പിന്നീട് നമുക്കറിയാവുന്ന 1965 1971 ഏറ്റവും ഒടുവിൽ 99 കാർഗിൽ യുദ്ധം. ഈ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോഴും ഈ പറഞ്ഞ ഈ ജലത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകളും ഇതിൻ്റെ വിനിയോഗവും ഉപയോഗവും സംബന്ധിച്ച കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ വച്ചിരുന്നില്ല. ഇതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത് അതുകൊണ്ട് തന്നെയാണ്. 1960 തൊട്ട് 60 സെപ്റ്റംബർ 19 തുടങ്ങിയ ആ കരാർ ഇപ്പോൾ അവസാനിക്കുകയാണ്. ഈ പറഞ്ഞ ഇപ്പോൾ നടന്ന ആക്രമണത്തിന് പിന്നാലെ 2025 ഏപ്രിൽ 25. ഇത് വളരെ ലളിതമായിട്ട് ഞാനത് പറയാം. അത് ബിയാസ്, രവി, സത്ലജ് എന്നീ നദികളിൽ ഇന്ത്യക്കായിരുന്നു നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇന്ത്യക്ക് തന്നെയാണ് നിയന്ത്രണം ഈ കരാർ അനുസരിച്ച്. അതുപോലെ സിന്ധു, ചിനാബ്, ഝലം നദികൾ ഇതിൽ പാകിസ്ഥാനാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ചിലത് ഇന്ത്യയിൽ നിന്ന് ഒഴുകി പോകുന്നതാണ്. ഇന്ത്യക്ക് നിയന്ത്രണമുള്ള നദികളിൽ ഈ പറഞ്ഞ ബിയാസ്, രവി, സത്ലജ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ കൂടുതൽ ഭാഗവും ഇന്ത്യയിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. ഇത് പാകിസ്ഥാനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ട് ചെന്നാലുള്ള ഈ സിന്ധു നദിയുടെ പല പോഷക നദികൾ ഉള്ള നിലയ്ക്കാണ് ഇതിൻ്റെ പ്രാധാന്യം. പഞ്ചാബ് എന്ന് പറഞ്ഞാൽ 5 നദികളുടെ നാടാണ്. അതിൽ വരുന്ന നദികളാണ് ഈ പറഞ്ഞ നദികളൊക്കെ. ഇത് പഞ്ചാബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖല. അതായത് പാകിസ്ഥാനിലെ പഞ്ചാബ് എന്ന് പറയുന്ന പാകിസ്ഥാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖലയിലേക്ക് വെള്ളം എത്തിക്കുന്ന നദികളാണ് ഇത്. അതുപോലെ അവിടുത്തെ കുടിവെള്ളം എത്തിക്കുന്ന നദികളും കൃഷിക്ക് ആവശ്യമുള്ള വെള്ളവും കുടിവെള്ളവും എത്തിക്കുന്ന നദികളാണ് ഇത്. ഈ വെള്ളത്തിൻ്റെ ഒഴുക്കങ്ങോട്ട് നമ്മൾ തടഞ്ഞാൽ ഈ വെള്ളം അവർക്ക് കൊടുക്കണ്ട എന്ന് ഇന്ത്യ ഈ നദി ഒഴുകിപ്പോകുന്ന ഇന്ത്യയുടെ ഭാഗങ്ങളിൽ ഇത് തടയപ്പെട്ടാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് രൂക്ഷമായ ജലദൗർലഭ്യം ഉണ്ടാകും. അതായത് കുടിവെള്ളവും കൃഷിക്കുള്ള വെള്ളവും കിട്ടാതെ വരും, കന്നുകാലികൾക്ക് വെള്ളം കിട്ടാതെ വരും. ആ രാജ്യത്തിൻ്റെ കാർഷിക സാമ്പത്തിക അവസ്ഥ അപ്പാടെ അടിസ്ഥാനപരമായി തകർന്നു പോകും. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായും ഒരു വളരെ മോശം അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയ തിരിച്ചടി. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുകൂടി പറയുന്നത്. അതായത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം കിട്ടിയില്ല അല്ലെങ്കിൽ കൃഷി നടന്നില്ല എന്ന് പറഞ്ഞാൽ രാജ്യം തകർന്നു പോയെന്നാണ് എൻ്റെ അർത്ഥം. ഒന്നാമത്തെ പാകിസ്ഥാൻ്റെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ സാമ്പത്തികമായിട്ട് ഒട്ടും മെച്ചമല്ല. എല്ലായ്പ്പോഴും ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാകുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്കും അതിൻ്റെ സഹോദര രാജ്യം അല്ലെങ്കിൽ ഒരുമിച്ചുണ്ടായിരുന്ന കാലത്തെ ഇന്ത്യയെ അസൂയയോടെ നോക്കേണ്ടുന്ന ഒരു സാമ്പത്തിക അവസ്ഥയാണ് താരതമ്യം ചെയ്യുമ്പോൾ. ഇവിടുത്തെ സാമൂഹ്യാന്തരീക്ഷവും അങ്ങനെയാണ്. ഇതൊരു മതപരമായ കാഴ്ചപ്പാടോടെ ജീവിക്കുന്ന ആൾക്കാരുടെ സമൂഹമല്ല. ഏതവസ്ഥയിൽ നോക്കിയാലും ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാന് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇങ്ങനെ യുദ്ധം ചെയ്യുക, നശിപ്പിക്കുക, തീവ്രമായ നിലപാടുകളുമായി ചുറ്റും നശിപ്പിക്കുന്ന ഭീകരർക്ക് ഒത്താശ കൊടുക്കുക എന്നുള്ള ഒരു സന്തോഷത്തിനപ്പുറത്ത് ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഒറ്റക്കെട്ടായി വളരുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലുമുള്ള ഒരു ശേഷി പാകിസ്ഥാനിൽ. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലൊക്കെ നഷ്ടങ്ങളാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. നഷ്ടങ്ങളാണെന്ന് പറയുന്നത്. പക്ഷേ അവിടുത്തെ സാധാരണ ജനതയുണ്ട്, അവരെയാണ് ഇത് ബാധിക്കുക. കൃഷിയും അവരുടെ ജീവിതവും ഉപജീവനവും ഒക്കെ മുടങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോവുക ഈ നദീജല കരാർ റദ്ദാക്കിയാൽ. പക്ഷേ അതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ പറയേണ്ടതുണ്ട്. നിലവിൽ ഈ ജലത്തിൻ്റെ ഒഴുക്ക് തടയുന്ന ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ വെച്ചിട്ടില്ല. കാര്യം നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല ഇന്നുവരെ. അതുകൊണ്ട് തന്നെ ഇത് വഴിതിരിച്ചു വിടുകയോ തടയുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളം തടയണമെങ്കിൽ പോലും നമുക്ക് കുറച്ച് വർഷങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടി വരും. പക്ഷേ അത് സ്ഥിരമായി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആ രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ തകർക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ ഒരു വാളായിരിക്കും. അതെ. പിന്നെ അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട അവരുടെ ആളുകൾക്ക് 48 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനികളായിട്ടുള്ള ആളുകൾ ഇന്ത്യയിലുള്ളവരൊക്കെ മടങ്ങിപ്പോകണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരോടൊക്കെ മടങ്ങിപ്പോകണം എന്നുള്ള നിർദ്ദേശം ഇന്ത്യ അവരുടെ ഉദ്യോഗസ്ഥർക്ക് ഒക്കെ നൽകിക്കഴിഞ്ഞു. പാകിസ്ഥാനിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ പലരും ഇന്ത്യയിലുണ്ട്. ഇന്ന് രാവിലെ വന്നൊരു വാർത്തയാണ് ഈ ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറേറ്റിൽ പ്രതിഷേധങ്ങളൊക്കെ അതിന് നേരെ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നു. ചില വാർത്താമാധ്യമങ്ങളിൽ ദേശീയ വാർത്താമാധ്യമങ്ങൾ പ്രതിഷേധങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ കണ്ണൂരിൽ ഇന്ന് സംഘപരിവാർ പ്രവർത്തകർ പല സംഘടനകളെല്ലാം കൂടെ ചേർന്നിട്ട് പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ കോലം കത്തിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വഷളാകുന്നു പറഞ്ഞാൽ രാഷ്ട്രീയ ബന്ധങ്ങൾ വഷളാകുന്നു. മൊത്തത്തിൽ കാര്യങ്ങൾ വഷളാകുന്ന ഒരു അവസ്ഥയാണ് സംജാതമാകുന്നത്. നമുക്കറിയാം ഈ എതിർപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ICC ചാമ്പ്യൻസ് ട്രോഫി UAE വെച്ച് നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതൊക്കെ രാഷ്ട്രീയമായ തീരുമാനങ്ങളാണ്. കായിക മേഖലയെ പോലും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള
ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നം, അത് പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നം, ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് പരിഹരിക്കാൻ എത്രയോ തവണ ശ്രമിച്ചതാണ്, ഇന്ത്യ എത്ര ക്ഷമിച്ചതാണ്. പക്ഷേ പാകിസ്ഥാൻ അതിനനുസരിച്ച് പെരുമാറുന്നില്ല. അപ്പോൾ നിലവിൽ ഈ പറഞ്ഞ പോലെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ത്യ കടുത്ത ഉപരോധ മാർഗങ്ങളോ അല്ലെങ്കിൽ കടുത്ത നടപടികളോ ഒക്കെ എടുക്കാനുള്ള ശ്രമത്തിന് പോകുന്നത്. അതെ, അത് മാത്രമല്ല ഈ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി ഒക്കെ കാണുന്നത് സാധാരണ രീതിയിൽ ഒരു ക്രിക്കറ്റ് മാച്ചിന് കിട്ടുന്ന ഒരു വ്യൂവർഷിപ്പ് അല്ല അതിന് കിട്ടുന്നത്. പ്രത്യേകിച്ച് അതൊക്കെ ഈ സംപ്രേഷണം ചെയ്യുന്ന ആളുകൾക്കൊക്കെ വലിയ ലാഭമുണ്ടാക്കുന്ന എന്നാണ്. നമ്മൾ ഈ OTT പ്ലാറ്റ്ഫോമിലൊക്കെ ഇത് കാണുമ്പോൾ, നമ്മൾ സാധാരണ മാച്ചുകൾ കാണുമ്പോൾ അവിടെ വ്യൂവർഷിപ്പ് എഴുതി കാണിക്കും, ഇത്ര പേരാണ്, ഇപ്പോൾ 1 ലക്ഷം പേരാണ്, 2 ലക്ഷം പേരാണ് എന്നൊക്കെ. അത് ഇന്ത്യ പാകിസ്ഥാൻ വ്യൂവർഷിപ്പ് മത്സരങ്ങൾ നടക്കുമ്പോഴുള്ള അതിൻ്റെ വ്യൂവർഷിപ്പ് ലോകം മൊത്തം അതെ 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 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നത് പോലെയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ്. മുമ്പത് ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടും തമ്മിലുള്ള ക്രിക്കറ്റ് യുദ്ധമായിരുന്നെങ്കിൽ ഇതിപ്പോൾ ലോകം മൊത്തം ശ്രദ്ധയോടെ കാണുന്ന ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് യുദ്ധമായി മാറുന്നു. സത്യത്തിൽ അങ്ങനെയൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതും കൂടെയാണ്. അതെ, അത് മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ ശക്തമായ മറ്റൊരു നടപടി കൂടെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ INS കപ്പൽ, INS സൂറത്ത് എന്ന് പറയുന്ന കപ്പലിൽ നിന്ന് മിസൈൽ പരീക്ഷണം ഇന്ത്യ നടത്തി. അറബിക്കടലിൽ ഏതാണ്ട് പാകിസ്ഥാൻ തീരത്തോട് ചേർന്നാണ് ഈ മിസൈൽ പരീക്ഷണം നടത്തിയതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നു. ഈ മിസൈൽ എന്ന് പറയുന്നത് തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ച് എടുത്തതാണ് എന്നുള്ള കാര്യവും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം ചോദിക്കുകയും ഹൈന്ദവരായ ആളുകളെ തിരഞ്ഞുപിടിച്ച് കൊല്ലുകയും ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകൾ ഈ സംഭവം നടന്ന ആദ്യത്തെ മണിക്കൂറുകളിലൊക്കെ വന്നിരുന്നു. പക്ഷേ പിന്നീട് അവിടുത്തുകാരനായ ഒരു മുസ്ലിം മതവിശ്വാസി മരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഈ മധ്യപ്രദേശിലുള്ള ഒരാൾ അയാളുടെ സുശീൽ നഥാനിയേൽ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഒരു ക്രിസ്ത്യൻ വിശ്വാസിയാണ്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം സത്യത്തിൽ ഈ ഭീകരവാദികൾ ഒരു പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഇന്ത്യയിൽ ഒരു പക്ഷേ ഇതൊരു കലാപം സൃഷ്ടിക്കും. കാരണം ഹിന്ദുക്കളായ ആളുകളെ തിരഞ്ഞുപിടിച്ച് കൊല്ലുന്നു എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഘർഷം ഇവിടെ സാധ്യതയുണ്ട് എന്നാണ്. പക്ഷേ അവരുടെയൊക്കെ താല്പര്യം അവിടെയും അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. നമ്മുടെ കൊച്ചിയിൽ നിന്നുള്ള ഈ മരിച്ച രാമചന്ദ്രന്റെ മകൾ പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ കലിമ ചൊല്ലാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്നാണ്. കലിമ എന്താണെന്നൊരു വിഷയം സാധാരണക്കാർക്ക് ഒരു വിഷയം അറിയണമെന്നില്ല. കലിമ ചൊല്ലാൻ മുസ്ലിം ആവുക എന്നുള്ളതിന്റെ പ്രാരംഭ നടപടിയാണ്. കലിമ ചൊല്ലി മുസ്ലിം ആവുക. കാര്യം നമ്മൾ ഈ എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റുകൾ, എനിക്കും പരിചയമുള്ള വാക്കായിരുന്നില്ല, അവരുടെ ഈ വീഡിയോസ് ഒക്കെ കേട്ടപ്പോഴാണ് ഇപ്പോൾ വെല്ലുവിളി പോലെ ഡോക്ടർ ആരിഫ് ഹുസൈൻ ഒക്കെ പറയും, ഞാൻ പറഞ്ഞത് ശരിയാണ് തെറ്റാണെന്ന് തെളിയിച്ചാൽ ഇപ്പോൾ കലിമ ചൊല്ലും എന്ന് പറയും. അതായത് മുസ്ലിം ആകുക എന്നുള്ളതാണ്. മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് കലിമ എന്താണെന്ന് അറിയില്ല. അപ്പോൾ കലിമ എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ വെടിവെക്കുകയാണ്. പക്ഷെ അത് അവിടെ നിൽക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ ശ്രമിച്ചിട്ട് പോലും അതിവിടെ ഒരു പ്രശ്നവും ഉണ്ടായില്ല, പ്രയോജനപ്പെടുത്താൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളിടത്താണ് ഇന്ത്യ സാംസ്കാരികമായി എത്ര ഉയരത്തിൽ നിൽക്കുന്നതും പാകിസ്ഥാൻ വളരെ അധോഗതിയിൽ അങ്ങനെ ഇപ്പോഴും ആഭ്യന്തര കലഹവും മത പ്രശ്നങ്ങളുമായി നിലനിൽക്കുകയും ചെയ്യും. അല്ല, മതത്തെ കൂട്ടുപിടിക്കുന്ന ഏതാണ്ട് ആ മേഖലയിലുള്ള മറ്റ് രാജ്യങ്ങളൊക്കെ നമ്മളെടുത്ത് നോക്കിയാൽ മതി. അതിപ്പോൾ പാകിസ്ഥാൻ ആകട്ടെ, അതിനപ്പുറം അങ്ങോട്ട് ഇറാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ സ്ഥിതി ഏതാണ്ട് ഇത് തന്നെയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇറാഖ്, അതുപോലെ ഇറാൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഈ പ്രശ്നം കണ്ടതാണ്. മതത്തെ കൂട്ടുപിടിച്ച് മുമ്പോട്ട് പോകുന്ന ഭരണകൂടങ്ങൾ ചെന്നെത്തിപ്പെടുന്ന വലിയ പ്രശ്നങ്ങളിലേക്ക്. സത്യത്തിൽ ഇവർ പ്രശ്നത്തിലാകുമ്പോൾ അതിലും വലിയ പ്രശ്നത്തിലാകുന്നത് അതിനോട് ചേർന്ന് സമാധാനമായി ജീവിക്കുന്ന പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയാണ്. അവിടേക്കൊക്കെ വലിയ രീതിയിൽ അഭയാർത്ഥി പ്രവാഹമൊക്കെ ഉണ്ടാകുന്നു. ഇവരുടെ പ്രശ്നമാണ് ഇത്. മറ്റേതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും അതിർത്തി തർക്കമോ അല്ലെങ്കിൽ 2 വിഭാഗം ആളുകൾ തമ്മിൽ എന്തെങ്കിലും എന്തെങ്കിലും വിഭവശേഷിയോ അല്ലെ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന, ഇപ്പോൾ പ്രകൃതി വിഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന കാര്യത്തിലുള്ള തർക്കമൊക്കെ ആണെങ്കിൽ പോട്ടെന്ന് വയ്ക്കാം. ഇതൊക്കെ ഒരു മതം അല്ലെങ്കിൽ ഏതെങ്കിലും 2 മതങ്ങളൊക്കെ തമ്മിലുള്ള അല്ലെങ്കിൽ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമൊക്കെയാണ് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ വ്യാപിക്കുന്നത്. ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. മതത്തെ കൂട്ടുപിടിച്ച് ഇന്ത്യയിലും അങ്ങനത്തെ ഒരു ശ്രമം. കാരണം ഞാൻ എടുത്തെടുത്ത് പറയട്ടെ, ആദ്യത്തെ വാർത്തകൾ അങ്ങനെ മാത്രമായിരുന്നു. പക്ഷേ ഞാനൊന്ന് ഭയന്നിരുന്നു. ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചിട്ട് വെടിവെച്ചു എന്നുള്ള വാർത്ത എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ ഇത് കേട്ട് പ്രകോപിതരാകുമെന്ന്. അവിടെയാണ് ഈ പറഞ്ഞതുപോലെ അവർ പരാജയപ്പെട്ടു. അത് അതെ ശരിക്കും തീവ്രവാദികൾ പരാജയപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ
അവസരം നോക്കിയിരിക്കുന്നവർ പരാജയപ്പെട്ടു പോകുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണ്. നിങ്ങൾ മതമൊക്കെ നോക്കി ആണ് ആളുകളെ വെടിവെച്ചതെങ്കിൽ കൂടിയും ആ കൊല്ലപ്പെട്ടവരിൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നുള്ളതിലൊക്കെ ഉപരിയായി ഇന്ത്യക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. രക്ഷിക്കാൻ ശ്രമിച്ച ആൾ മുസ്ലിമാണ്, മുസ്ലിമാണ്, കാർ ഡ്രൈവർ മുസ്ലിമാണ്. അങ്ങനെ പലരും നമ്മൾ ഞാൻ പറയുന്നത് എല്ലാ മതത്തിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും മെജോറിറ്റി മനുഷ്യ സ്നേഹമുള്ളവരാണ്. മതം രണ്ടാമതാണ്. അങ്ങനെ ഒരു മെസ്സേജും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. തീവ്രവാദികളോട് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭാഷ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെയും ഇന്ത്യ നിങ്ങളെ തോൽപ്പിച്ചു എന്നുള്ളതാണ്. അതെ, എന്തായാലും ഇന്ത്യ നിങ്ങളെ പൂർണ്ണമായും തോൽപ്പിച്ച് കഴിഞ്ഞിട്ടില്ല. അതിന് സഹായം ചെയ്തു കൊടുത്ത രാജ്യത്തെയും പൂർണ്ണമായി തോൽപ്പിച്ച് കഴിഞ്ഞിട്ടില്ല. ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ. നേരത്തെ ബിനോയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ജലം അതിനൊരു നിയന്ത്രണം വെക്കണമെങ്കിൽ പോലും നമ്മൾ കുറച്ച് വർഷങ്ങളെടുത്ത് അവിടെ തടയണകളും മറ്റും ഒന്ന് നിർമ്മിക്കണം. അപ്പോൾ അതിൻ്റെ കരാറുകളിൽ വഴികൾ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വലിയ ക്ലേശത്തിലാകും. അത് മാത്രമല്ല, നമ്മളോട് എത്രയോ വട്ടം യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടു പോയൊരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ള കാര്യം അവരവരുടെ ചരിത്രം കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. പലപ്പോഴും നമ്മളോട് യുദ്ധം ചെയ്ത് അവർ പരാജയപ്പെടും എന്നറിഞ്ഞുകൊണ്ട് തന്നെ തീയിലേക്ക് വരുന്ന ഈയാൻ പാറ്റകളെ പോലെ പിന്നെയും വരികയാണെന്നുള്ളതാണ്. അതിൻ്റെ പിന്നിലുള്ള പ്രശ്നം എന്താണോ, അതിൻ്റെ മൂലകാരണം എന്തോ, അവിടെയാണ് ചികിത്സ വേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെ, അത് മാത്രമല്ല ലോകരാജ്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു ഈ അടുത്തിടെ നമുക്ക് പ്രശ്നമുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു നയതന്ത്ര ബന്ധത്തിലേക്ക് ഒരു ഉലച്ചിൽ തട്ടിയ ഒരു രാജ്യം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉലച്ചിൽ തട്ടിയ ഒരു രാജ്യം കാനഡയാണ്. ഈ കാനഡ പോലും അതിൻ്റെ നേതാക്കൾ പോലും പറയുന്നത് ഇന്ത്യയോടൊപ്പം നിൽക്കേണ്ടതാണ്, ഭീകരവാദത്തിനെതിരെയാണ് എല്ലാ രാജ്യങ്ങളും നിൽക്കേണ്ടത്, ഇന്ത്യക്കൊപ്പമാണ് എന്നുള്ള നിലപാടാണ് അവർ വരെ സ്വീകരിക്കുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെയൊക്കെ ആ രാജ്യങ്ങളെയൊക്കെ മുമ്പോട്ട് നയിക്കുന്ന പ്രത്യയശാസ്ത്രം മതമല്ല, മനുഷ്യരാണ്, അല്ലെങ്കിൽ മനുഷ്യ സ്നേഹമാണ്, മനുഷ്യരുടെ പുരോഗതി, വേറൊരു ഐഡിയോളജിയാണ് ആളുകളെ മുമ്പോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു വിഭാഗം ആളുകൾ സംഘർഷം സൃഷ്ടിക്കുന്നത് മതത്തിൻ്റെ പേരിലാണ്, മാനവികതയാണ് നമ്മളെയൊക്കെ മുമ്പോട്ട് നയിക്കുന്നത്. എന്തായാലും ആ ഒരു മാനവികത, വിശ്വമാനവികത എന്നൊക്കെ പറയും. ഇത് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വിശ്വമാനവികത കാണുന്നുമുണ്ട്. കാരണം മറ്റുള്ള രാജ്യങ്ങളും നമ്മൾ ഒരു തെറ്റും ചെയ്യാനിട്ട് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതെ, ഈ എല്ലാവരും നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയോടെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ സിനിമയിൽ പറഞ്ഞ പോലെ കണ്ടറിയണം കോശി നിനക്കിനി എന്ത് സംഭവിക്കുമെന്നുള്ളതെന്ന് രാജ്യം ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ തീവ്രവാദികളുടെ കാര്യവും തീവ്രവാദികൾക്ക് സഹായം ചെയ്ത രാജ്യത്തിൻ്റെ കാര്യവും മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ വളരെ ക്ലേശകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ സൂചനകൾ പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി തുടങ്ങി നേതാക്കന്മാരൊക്കെ ഏതാണ്ട് നൽകിക്കഴിഞ്ഞു. ഏതാണ്ട് ഭാരതീയരുടെ മനസ്സും അങ്ങനെ തന്നെ ആ രീതിയിൽ പാകപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ ആ പെട്ടെന്നുള്ള ഞെട്ടലിൽ നിന്നും ആ ഹൃദയത്തിന് മുറിവേറ്റ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറി നമ്മൾ ഒരു ആശ്വാസം കണ്ടെത്തി മുമ്പോട്ടുള്ള വഴികൾ ആലോചിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമൊക്കെ വരുമ്പോൾ അത് മിഡിൽ ഗ്രൗണ്ടിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമെന്ന് കരുതുന്നു. ഇന്നത്തേക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.